നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശാലിനിയുടെ ജീവിതം കുത്തിക്കലക്കാനുള്ള എല്ലാ ചാൻസും ഇതോടെ തീരും. കാർത്തികയെ സഹായിക്കാൻ പോയിട്ട് ഞാൻ കൂടി പെട്ടല്ലോ ഭഗവാനെ. ഈ ഫോൺ അങ്ങെറിഞ്ഞ് പൊട്ടിച്ചാലോ? ഇങ്ങോട്ട് താടി. എന്താ സാർ? സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. ഞങ്ങൾ ഈ ഫംഗ്ഷന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ വന്നതല്ല. ചെറിയൊരു വിവരം അറിയണം, അത്രേ ഉള്ളൂ. എന്താ അത്? ഭഗവാനെ, എല്ലാം തീർന്നു. എങ്ങനെയെങ്കിലും രക്ഷിക്കാന്ന് വാക്ക് തന്നിട്ട് ഈ മധുശ്രീ എങ്ങോട്ട് പോയി? ഞങ്ങളൊരു കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, കാണാതായ ഒരു കുട്ടിയെ. ആ കുട്ടി ഇവിടെ ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് നോക്കണം. ആ എടുക്ക. ഇങ്ങട്ടാ. ഭഗവാനെ, എല്ലാം തീർന്നു. ഇങ്ങോട്ട് വന്നേ. ഇതെന്താടോ ഇത്? ഡിസ്പ്ലേ ഓണാക്കി കൊടുക്കണോ? അപ്പോ അവരൊന്നും എന്റെ ഫോട്ടോ കണ്ടില്ലേ? ഞാനൊന്ന് നോക്കട്ടെ സത്യമേ. മധുശ്രീ, ഫോണിങ്ങതാ. എനിക്കറിയാം ഈ കുട്ടിയെ. എങ്ങനെ അറിയാം? ഈ കുട്ടിയോട് ഞാൻ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെന്നെ ചതിക്കാണോ? ഞാൻ നന്ദികേട് കാട്ടിയെന്ന് കരുതി പകരത്തിന് പകരം. എവിടെ എവിടെ വെച്ചാ കണ്ടത്? ചതിക്കില്ലേടി. പറയണം മാഡം, എവിടെ വെച്ചാ നിങ്ങൾ കണ്ടത്? മെട്രോ ഷോമാർട്ടിന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച്. എന്നിട്ട് ഞാൻ കാറിൽ വരികയായിരുന്നു. അവിടെ വെച്ച് ഈ കുട്ടി ലിഫ്റ്റ് ചോദിച്ച് കൈ കാട്ടി. ഒറ്റയ്ക്കൊരു പെൺകുട്ടി നിൽക്കല്ലേന്ന് കരുതി ഞാൻ ലിഫ്റ്റ് കൊടുത്തു. എന്നിട്ട് കൊറേ നേരമായി ബസ് കാത്ത് നിൽക്കുകയാണെന്നും ഏതോ ചാരുമൂടിന് പോവുകയാണെന്നൊക്കെ ആ കുട്ടി എന്നോട് പറഞ്ഞു. ചാരുമൂടിനോ? അല്ല, സംസാരത്തിന്ന് ആ കുട്ടിക്ക് സ്ഥലപരിചയമില്ലെന്ന് എനിക്ക് തോന്നി സർ. ഞാനവളെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു. അവിടുന്നാവുമ്പോ ചാരുമൂടിന് എളുപ്പത്തിൽ ബസ് കിട്ടുമല്ലോ. എന്നിട്ട് കാര്യം പറയൂ. അത് കഴിഞ്ഞ് ആ കുട്ടി ബസ് കയറി പോയി കാണും സർ. ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. മേഡത്തിനെ മുമ്പ് ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നമ്മളോ? അതെ മാഡം, അന്നൊരു ദിവസം ഞാൻ മേഡത്തിന്റെ കാറിന് മുമ്പിൽ ഒന്ന് ചാടി ഓർമ്മയില്ലേ?
എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. മാഡം പോയിക്കോളൂ പ്ലീസ്. എന്തോന്ന് പ്ലീസ്, എനിക്ക് കുഴപ്പമുണ്ട്. എന്തായാലും ഇയാളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക്. ആ കുട്ടിയെ ഇവിടെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഞാൻ വിളിച്ചറിയിക്കാം. ഈ കുട്ടിയുടെ ഫോട്ടോ തന്നെയാണ് മാഡം ഞാൻ ഇന്ന് കാണിച്ചത്. മാഡത്തിന് എന്നെ ഒന്ന് വിവരം അറിയിക്കാമായിരുന്നില്ലേ? അതിന് നിങ്ങളെ തന്നെ ഞാൻ മറന്നു. പിന്നെയാണോ നിങ്ങൾ എന്നാ ഫോട്ടോയിൽ കാണിച്ച കുട്ടിയെ ഓർമ്മ വയ്ക്കുന്നത്? പിന്നെ എങ്ങനെ ഇപ്പൊ ഓർമ്മ വന്നത്? അതിപ്പോ അല്പം മുൻപ് സംസാരിച്ചതല്ലേ ഉള്ളൂ ഞാൻ ആ കുട്ടിയോട്, അതുകൊണ്ട് ഓർമ്മ വന്നതാ. മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. എന്റെ അറിവിൽ മാഡം പോയിടത്തെല്ലാം ഓരോ കേസും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുകയും സുസ്മിത മാഡം ഇപ്പൊ ജയിലിൽ കിടക്കുകയാ. കൂട്ടുകാരിക്ക് ഒരു കമ്പനി കൊടുക്കാൻ മാഡത്തിന് തോന്നാതിരിക്കട്ടെ എന്ന് എന്റെ ആശംസ. ഏയ്, ഞാനിപ്പോ നന്നായി. ഫോണിങ് തന്നെ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ഫോൺ കൊടുത്ത സത്യാമ്മ കാർത്തികെ തിരിച്ചറിയുമെന്ന് മാത്രമല്ല, അവൾക്ക് പിന്നിൽ ഞാൻ കളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്ന കാർത്തികയെ ഒളിപ്പിക്കാൻ ഞാൻ ഇത്രയും കള്ളക്കഥ മെനങ്ങിയത് എന്തിനാന്ന് മുട്ടിൽ നിർത്തി പറയിക്കും സത്യാമ്മ. ഞാൻ മാത്രമല്ല, കാർത്തികയും ഔട്ട്. അതോടെ ശാലിനിക്ക് വീണ്ടും വിഷ്ണു സ്വന്തം. അവളുടെ മുന്നിൽ വെച്ച് തന്നെ എന്റെ തൊലിയുറിങ്ങി വീഴാൻ പോവുകയാണല്ലോ ഭഗവാനെ. ശാലിനിയുടെ ജീവിതം കുത്തിക്കലക്കാനുള്ള എല്ലാ ചാൻസും ഇതോടെ തീരും. കാർത്തികയെ സഹായിക്കാൻ പോയിട്ട് ഞാൻ കൂടി പെട്ടല്ലോ ഭഗവാനെ. ഈ ഫോൺ അങ്ങെറിഞ്ഞ് പൊട്ടിച്ചാലോ? ഇങ്ങോട്ട് താടി. ഇതൊന്ന് തുറന്നു കാണിക്കേ. സോറി മാഡം, എനിക്ക് ഉടനെ ചാരുമൂടിലെത്തണം. സർ, നിങ്ങൾ വാ. വാ. ഇവരെന്താ? ഡേ, ഏതായിരുന്നടേ ആ കുട്ടി? ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആലയല്ല സത്യാമ്മേ. ഭാമേ, അത് വിട്. ചുമ്മാ സമയം കിടത്താനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.